എൻ്റെ സഹോദരരെ, വിശുദ്ധ മാർക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. കുറേ ദിവസങ്ങൾ കഴിഞ്ഞ് യേശു കഫർനാമയിൽ തിരിച്ചെത്തിയപ്പോൾ അവൻ വീട്ടിലുണ്ട് എന്ന വാർത്ത പ്രചരിച്ചു. വാതിൽക്കൽ പോലും നിൽക്കാൻ സ്ഥലം തികയാത്ത വിധം നിരവധി ആളുകൾ അവിടെ കൂടി. അവൻ അവരോട് വചനം പ്രസംഗിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ 4 പേർ ഒരു തളർവാദ രോഗിയെ എടുത്തു കൊണ്ടുവന്നു. ജനക്കൂട്ടം നിമിത്തം അവൻ്റെ അടുത്തെത്താൻ അവർക്ക് കഴിഞ്ഞില്ല. അതിനാൽ അവൻ ഇരുന്ന സ്ഥലത്തിൻ്റെ മേൽക്കുര പൊളിച്ച് തളർവാദ രോഗിയെ അവർ കിടക്കയോടെ താഴോട്ടിറക്കി. അവരുടെ വിശ്വാസം കണ്ട് യേശു തളർവാദ രോഗിയോട് പറഞ്ഞു, മകനെ, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. നിയമജ്ഞരിൽ ചിലർ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അവർ ചിന്തിച്ചു, എന്തുകൊണ്ടാണ് ഇവൻ ഇപ്രകാരം സംസാരിക്കുന്നത്? ഇവൻ ദൈവദൂഷണം പറയുന്നു. ദൈവത്തിനല്ലാതെ മറ്റാർക്കാണ് പാപം ക്ഷമിക്കാൻ സാധിക്കുക? അവർ ഇപ്രകാരം വിചാരിക്കുന്നുവെന്ന് മനസ്സിലാക്കി യേശു അവരോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുന്നത്? ഏതാണ് എളുപ്പം, തളർവാദ രോഗിയോട് നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നതോ, എഴുന്നേറ്റ് നിന്റെ കിടക്കയുമെടുത്ത് നടക്കുക എന്ന് പറയുന്നതോ? എന്നാൽ ഭൂമിയിൽ പാപങ്ങൾ ക്ഷമിക്കാൻ മനുഷ്യപുത്രന് അധികാരമുണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിന് അവൻ തളർവാദ രോഗിയോട് പറഞ്ഞു, ഞാൻ നിന്നോട് പറയുന്നു, എഴുന്നേറ്റ് നിന്റെ കിടക്കയുമെടുത്ത് വീട്ടിലേക്ക് പോവുക. തൽക്ഷണം അവൻ എഴുന്നേറ്റ് കിടക്കയുമെടുത്ത് എല്ലാവരും കാണുകെ പുറത്തേക്ക് പോയി. എല്ലാവരും വിസ്മയിച്ചു. ഇതുപോലൊന്ന് ഞങ്ങൾ ഒരിക്കലും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് അവർ ദൈവത്തെ മഹത്വപ്പെടുത്തി. നമ്മുടെ കർത്താവായ ഈശോമിശിഹായ്ക്കും സ്തുതി. പ്രതിവചനം. ക്രിസ്തുവിലുള്ള പ്രിയ സഹോദരി സഹോദരന്മാരെ, 4 പേർ ഒരു തളർവാദ രോഗിയെ സുഖപ്പെടുത്തുന്നതിനായി യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. ഈ 4 പേരും ഒന്നുകിൽ തളർവാദ രോഗിയുടെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ ആയിരുന്നെങ്കിലും അതിൽ കാര്യമില്ല. സുഖപ്പെടുത്താനുള്ള യേശുവിൻ്റെ ശക്തിയിൽ അവർ വളരെയധികം വിശ്വസിച്ചിരുന്നു. അതിനാൽ അവരുടെ ദൗത്യം നിറവേറ്റുന്നതിൽ നിന്ന് അവരെ തടസ്സപ്പെടുത്താൻ അവർ ഒന്നും അനുവദിച്ചില്ല എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. തളർവാദ രോഗിയെ എന്തു വില കൊടുത്തും സുഖപ്പെടുത്തണമെന്ന് അവർ ആഗ്രഹിച്ചിരുന്നുവെന്നു ഇത് സൂചിപ്പിക്കാം. യേശു 4 മനുഷ്യരുടെ വിശ്വാസത്തെ വിലമതിക്കുന്നു. യഥാർത്ഥത്തിൽ തളർവാദ രോഗിയുടെ വിശ്വാസത്തെയല്ല, അവരുടെ വിശ്വാസമാണ് യേശു കണ്ടത്. വിശ്വാസത്തിന് എത്ര വലിയ ശക്തിയുണ്ടാകും! മനുഷ്യനെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവരുന്നതിനായി ഒരു മേൽക്കുര നശിപ്പിക്കുന്നതുവരെ എല്ലാം ചെയ്യാൻ അത് 4 സുഹൃത്തുക്കളെയോ ബന്ധുക്കളെയോ പ്രേരിപ്പിച്ചു. എന്നിരുന്നാലും രോഗശാന്തി സംഭവിക്കുന്നതിനു മുമ്പ് ക്ഷമയുടെ ആവശ്യകത യേശു തിരിച്ചറിഞ്ഞു. തളർവാദ രോഗിയുടെ കാര്യത്തിൽ തളർവാദത്തിന് കാരണമായേക്കാവുന്ന, അല്ലെങ്കിൽ കുറഞ്ഞത് രോഗം വഷളാക്കിയേക്കാവുന്ന കുറ്റബോധം അവനിൽ നിറഞ്ഞിരിക്കുന്നുവെന്ന് നമുക്ക് അനുമാനിക്കാം. വിശ്വാസവും ക്ഷമയും ക്യാൻസറിനെ പോലും സുഖപ്പെടുത്തും. നമ്മൾ സഹായം നൽകുമ്പോൾ നമ്മൾ സഹായിക്കുന്നവർക്ക് മാത്രമല്ല അതിൻ്റെ പ്രയോജനം ലഭിക്കുന്നത് എന്നത് ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ മറ്റുള്ളവർക്ക് നൽകുന്ന സഹായം പലതരത്തിൽ നമ്മിലേക്ക് തിരിച്ചു വരും. അത് ഇവിടെയും എപ്പോഴും ശ്രദ്ധിക്കപ്പെടണമെന്നില്ല, പക്ഷേ അത് സംഭവിക്കും. ഒരു പക്ഷേ വർഷങ്ങൾക്ക് ശേഷമോ അല്ലെങ്കിൽ മരണാന്തര ജീവിതത്തിൽ പോലും. നമ്മൾ സഹായം നൽകുമ്പോൾ, പ്രത്യേകിച്ച് നമ്മൾ സഹായിച്ച വ്യക്തിയിൽ നിന്ന് എന്തെങ്കിലും പ്രതിഫലം പ്രതീക്ഷിക്കുന്നു എന്നല്ല ഇതിനർത്ഥം. സഹായിക്കുന്നതിൽ സന്തോഷമുണ്ടെന്നും നാം ചെയ്യുന്നതെല്ലാം കാണുന്ന ദൈവം അതിനെ വിലമതിക്കുമെന്നും അവൻ മഹത്വീകരിക്കപ്പെടുമെന്നും നാം ഓർക്കണം. അതുപോലെ നാം മറ്റുള്ളവരെ വേദനിപ്പിക്കുമ്പോൾ നമുക്കും അതുതന്നെ സംഭവിക്കുമെന്ന് പ്രതീക്ഷിക്കുക. ഇതിനെ ന്യായവിധി എന്ന് വിളിക്കുന്നു. ഇത് കർമ്മനിയമത്തിന് സമാനമാണ്. അതിൽ ആർക്കും രക്ഷപ്പെടാൻ കഴിയില്ല. അതിനാൽ സുവർണ്ണ നിയമം പാലിക്കേണ്ടത് ആവശ്യമാണ്. മറ്റുള്ളവർ നമ്മോട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് മറ്റുള്ളവർക്കും ചെയ്യുക. വിശുദ്ധ മത്തായി 7-ാം അധ്യായം 12-ാം വാക്യം. നമ്മളെല്ലാവരും ഇത് ചെയ്താൽ ഭൂമിയിൽ സമാധാനം നിലനിൽക്കും. ക്രിസ്തുവിലുള്ള പ്രിയ സഹോദര സഹോദരന്മാരെ, നാം ഇപ്പോഴും ദൈവത്തിൽ കേന്ദ്രീകരിച്ച് അവനോട് വിശ്വസ്തരായിരിക്കും
ജീവിക്കണമെന്നും ലൗകിക മോഹങ്ങളുടെയും പ്രലോഭനങ്ങൾ, ആസക്തികൾ അല്ലെങ്കിൽ ലൗകിക മഹത്വത്തിൻ്റെ പ്രലോഭനങ്ങൾ എന്നിവയെ തെറ്റിദ്ധരിപ്പിക്കാനും വഴിതെറ്റിക്കാനും അനുവദിക്കരുതെന്നും ഇന്ന് വേദഭാഗങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. മറ്റെല്ലാവരും ജീവിതത്തിൽ തെറ്റായ പാതയിലാണ്. അതുകൊണ്ടാണ് മറ്റെല്ലാത്തിനും ഉപരിയായി നമ്മുടെ ജീവിതത്തിൻ്റെ യഥാർത്ഥ കേന്ദ്രവും നമ്മുടെ ദൈവമായ കർത്താവാണെന്നും ജീവിതത്തിൻ്റെ ഏത് കഴിവിലും മേഖലയിലും ആ പ്രലോഭനങ്ങളിൽ തളരാൻ നാം അനുവദിക്കരുതെന്നും നാം എപ്പോഴും ഓർമ്മിക്കേണ്ടതുണ്ട്. നമ്മുടെ സ്വാർത്ഥമായ വഴികളും പ്രവൃത്തികളും കാരണം നമ്മൾ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നു. സാമുവേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്ന് എടുത്ത നമ്മുടെ ഇന്നത്തെ ആദ്യ വായനയിൽ ഇസ്രായേൽ ജനതയുടെ മുഴുവൻ നേതാവും ന്യായാധിപനുമായ സാമുവേൽ പ്രവാചകൻ്റെ മുമ്പിൽ ഇസ്രായേൽ ജനം വളരെ രോഷാകുലരും നിർബന്ധിതരുമായ നിമിഷത്തെക്കുറിച്ച് നമ്മൾ കേട്ടു. അവർക്ക് ചുറ്റുമുള്ള മറ്റ് രാജ്യങ്ങളുടെയും സംസ്ഥാനങ്ങളുടെയും ഭരണം പോലെ ഒരു രാജാവ് അവർ ഭരിക്കും. എന്തുകൊണ്ടാണ് ആളുകൾ സാമുവേലിനോടും ദൈവത്തോടും ഇത്തരമൊരു ആവശ്യം ഉന്നയിച്ചത്? അക്കാലത്ത് ഇസ്രായേലരുടെ രാജാവും ഭരണാധികാരിയും ദൈവമായിരുന്നു. രാജാക്കന്മാരുടെ നാളുകൾക്ക് ശേഷവും കർത്താവ് അവരുടെ മേൽ ഒരേയൊരു യഥാർത്ഥ രാജാവായിരുന്നു. സാമുവേൽ പ്രവാചകൻ വരെയുള്ള ന്യായാധിപന്മാരുടെ നിരയിൽ അവൻ വിളിച്ചതും തിരഞ്ഞെടുത്തുമായ ന്യായാധിപന്മാരിലൂടെ അവൻ തൻ്റെ ശക്തിയും അധികാരവും പ്രയോഗിച്ചു. പക്ഷേ തങ്ങൾക്ക് ഒരു രാജാവ് ഉണ്ടായിരിക്കണമെന്ന് ജനങ്ങൾ ശഠിച്ചു. തങ്ങളെ ഭരിക്കാൻ ഒരു രാജാവ് ഉണ്ടായിരിക്കുന്നത് ജനങ്ങൾക്ക് വളരെയധികം അന്തസ്സും അധികാരവും കൊണ്ടുവന്നതിലാകാം. ജനങ്ങൾ തങ്ങളുടെ രാജാക്കന്മാരാൽ ചൂഷണം ചെയ്യപ്പെടുകയും അടിച്ചമർത്തപ്പെടുകയും അന്യായമായി പെരുമാറുകയും ചെയ്യുന്നതെങ്ങനെയെന്ന് പ്രസ്താവിച്ചുകൊണ്ട് സാമുവേൽ പ്രവാചകൻ അവരെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചിട്ടും പ്രത്യേകിച്ചും ആ രാജാക്കന്മാർ അഴിമതിക്കാരും സ്വാർത്ഥരുമായിരുന്നെങ്കിൽ ഇന്നത്തെ നമ്മുടെ ആദ്യ വായനയിൽ നാം കേട്ട എല്ലാ വിശദാംശങ്ങളും സഹിതം ഇസ്രായേൽ ജനം അപ്പോഴും അവർ വളരെ ഉറച്ചു നിൽക്കുകയും തങ്ങൾക്കെല്ലാം ഭരിക്കാൻ ഒരു രാജാവിനെ നിയമിക്കണമെന്ന് നിർബന്ധിക്കുകയും ചെയ്തു. കർത്താവ് ആ ആവശ്യങ്ങൾ ശ്രദ്ധിക്കുകയും ന്യായാധിപന്മാരുടെ ഭരണത്തിൻ്റെയും മാർഗനിർദ്ദേശത്തിൻ്റെയും ദിവസങ്ങളും സമയവും അവസാനിപ്പിച്ച് തൻ്റെ ജനത്തെ ഭരിക്കാൻ ഒരു രാജാവിനെ തിരഞ്ഞെടുക്കുമെന്ന് സാമുവേലിനോട് പറഞ്ഞു. എന്നാൽ ഒടുവിൽ ഇസ്രായേൽ ജനതയെ ഭരിക്കുന്ന ചില രാജാക്കന്മാർ സ്വേച്ഛാധിപതികളും സ്വാർത്ഥരും ചൂഷണം ചെയ്യുന്നവരും അവരുടെ ഭരണത്തിലും അവരുടെ അധികാരപ്രയോഗത്തിലും പരുഷമായിരുന്നതിനാൽ സാമുവേൽ പ്രവചിച്ചതും അവരോട് പറഞ്ഞതും യാഥാർത്ഥ്യമാകും. ആ സന്ദർഭത്തിൽ തളർവാദ രോഗിയെ മേൽക്കുരയോടെ തൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. കർത്താവിൻ്റെ ഉപദേശം കേൾക്കാൻ ധാരാളം ആളുകൾ ഒത്തുകൂടിയതിനാൽ തൻ്റെ വാക്കുകൾ കേൾക്കാൻ കൂടി വന്ന ആളുകളെ കർത്താവ് പഠിപ്പിക്കുകയായിരുന്നു. വീട്ടിൽ കയറാൻ പറ്റുന്നില്ല. തളർവാദ രോഗിയുടെ അനുകമ്പ തോന്നി. അവനെ തൻ്റെ അരികിലെത്തിക്കാൻ വളരെയധികം പരിശ്രമിച്ചതിലും അതിനായി വീടിൻ്റെ മേൽക്കൂരയിലേക്ക് കയറുന്നതിലും അവനും അവൻ്റെ സുഹൃത്തുക്കളും പുലർത്തിയ വിശ്വാസം അവനെ സ്പർശിച്ചു. ദൈവത്തിന് മാത്രമേ കഴിയൂ എന്ന് ആളുകൾ വാദിച്ചതിനാൽ അവിടെ ഉണ്ടായിരുന്ന ഫരിസയരുടെയും നിയമജ്ഞരുടെയും വിമർശനത്തിനും വിയോജിപ്പുണ്ടായി. അവൻ തൻ്റെ കഷ്ടതകളിൽ നിന്ന് സൗഖ്യം പ്രാപിച്ചുവെന്നും അവൻ്റെ പാപങ്ങളിൽ നിന്ന് മോചിക്കപ്പെട്ടുവെന്നും കർത്താവ് പ്രഘോഷിച്ചപ്പോഴാണ് പാപങ്ങൾ പൊറുക്കുക. എന്നിട്ടും അവർ തിരുവെഴുത്തുകളുടെയും പ്രവാചകന്മാരുടെയും വാക്കുകൾ മനസ്സിലാക്കുന്നതിൽ പരാജയപ്പെട്ടു. അവരെല്ലാം കർത്താവായ യേശു ചെയ്യാൻ പോകുന്നതെല്ലാം ചൂണ്ടിക്കാണിച്ചു. അവർ ദൈവത്തിനും അവൻ്റെ സത്യത്തിനും എതിരായി അവരുടെ ഹൃദയങ്ങളെയും മനസ്സിനെയും കഠിനമാക്കി. തങ്ങളുടെ പൂർവികരെ പോലെ അവർ നിയമത്തെയും പ്രവാചകന്മാരെയും കുറിച്ച് അറിവുള്ളതിനാൽ കർത്താവിനേക്കാൾ നന്നായി അറിയാമെന്നും തങ്ങളുടെ വഴികളും ചിന്തകളും തെറ്റാകില്ല എന്ന് കരുതി സ്വന്തം വിധികളും വഴികളും പിന്തുടരാൻ തിരഞ്ഞെടുത്തു. അതിനാൽ തളർവാദ രോഗിയുടെ പാപങ്ങൾ പൊറുക്കുന്നതിനും അവൻ്റെ കഷ്ടതകളിൽ നിന്ന് അവനെ സുഖപ്പെടുത്തുന്നതിനുമുള്ള കർത്താവിൻ്റെ പ്രവർത്തനങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കുന്നതിൽ അവർ പരാജയപ്പെട്ടു. ഇന്ന് നമ്മുടെ വേദഭാഗങ്ങളിൽ നാം കേട്ടിട്ടുള്ള കാര്യങ്ങളിലൂടെ അഹങ്കാരം, ലൗകിക അഭിലാഷങ്ങൾ,
പ്രലോഭനങ്ങൾ എന്നിവയെല്ലാം നമ്മെ വ്യതിചലിപ്പിക്കുന്നതിൽ നിന്നും നമ്മെ അകറ്റുന്നതിൽ നിന്നും അനുവദിക്കരുതെന്ന് നാം എല്ലാവരും ഓർമ്മിപ്പിക്കുന്നു. കർത്താവും അവൻ്റെ നീതിയും. ക്രിസ്ത്യാനികൾ എന്ന നിലയിൽ നാം എപ്പോഴും കർത്താവിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ടെന്നും നമ്മെ തന്നെ തുറന്ന മനസ്സോടെ സൂക്ഷിക്കണമെന്നും നമ്മുടെ വഴികളിലും ചിന്തകളിലും നമ്മുടെ പ്രവർത്തനങ്ങളിലും പരസ്പര ഇടപെടലുകളും താഴ്മയുള്ളവരായിരിക്കണമെന്നും നാം എപ്പോഴും ഓർമ്മിപ്പിക്കേണ്ടതാണ്. അല്ലാത്തപക്ഷം നമ്മുടെ അഹങ്കാരവും നമ്മുടെ അത്യാഗ്രഹവും ആഗ്രഹങ്ങളും ദൈവഹിതം അനുസരിക്കുന്നതിലും പരാജയപ്പെട്ടുകൊണ്ട് ഇസ്രായേൽ ജനങ്ങളും ആ പരീശന്മാരും ചവിട്ടിയ അതേ നാശത്തിൻ്റെ പാതയിലേക്ക് നമ്മെ എളുപ്പത്തിൽ നയിക്കും. അതിനാൽ ഇനി മുതൽ എളിമയോടും വിശ്വാസത്തോടും കൂടി നമ്മുടെ ജീവിതം നയിക്കാൻ പരിശ്രമിക്കുന്നതിൽ നമുക്കെല്ലാവർക്കും ജീവിതത്തിൽ നമ്മുടെ സ്വന്തം മാതൃകകളിലൂടെ നയിക്കാം. തളർച്ച ബാധിച്ചവനെയും അവൻ്റെ സുഹൃത്തുക്കളെയും പോലെ കഷ്ടതകളിൽ നിന്ന് മോചനം ലഭിക്കാൻ അവനെ കർത്താവിലേക്ക് അടുപ്പിക്കാൻ കഷ്ടതകളിലൂടെയും പ്രയത്നങ്ങളിലൂടെയും കടന്നു പോയതുപോലെ പശ്ചാത്താപം നിറഞ്ഞ ഹൃദയത്തോടെയും തുറന്ന മനസ്സോടെയും നമുക്കെല്ലാവർക്കും കർത്താവിനെ അന്വേഷിക്കാം. നമ്മൾ ഓരോരുത്തരും പാപത്തിൻ്റെ കഷ്ടപ്പാടുകളിലാലും ജീവിതത്തിലുണ്ടാകുന്ന മറ്റു പ്രശ്നങ്ങളാലും പീഡിതരാണ്. ലൗകികതയിൽ ആശ്രയിക്കുന്നതിനു പകരം നമ്മുടെ ഏറ്റവും സ്നേഹനിധിയായ ദൈവവും പിതാവുമായ കർത്താവിനെ അന്വേഷിക്കുകയും അവനിൽ സ്വയം ഭരമേൽപ്പിക്കുകയും വേണം. കർത്താവ് എല്ലായ്പ്പോഴും നമ്മോടൊപ്പം ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ ജീവിതം യോഗ്യവും ദൈവകൃപയും സ്നേഹവും നിറഞ്ഞതും ആയിരിക്കട്ടെ. ഇന്നും എന്നേക്കും ജീവിക്കാൻ അവൻ നമ്മെ ഓരോരുത്തരെയും ശക്തീകരിക്കുന്നത് തുടരട്ടെ. ആമേൻ.